നമസ്കാരം, വെൽക്കം ബാക്ക്. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഓടയിൽ നിന്നാണ് പഠിക്കാനായി പോകുന്നത്. കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഓടയിൽ നിന്ന് എഴുതിയിരിക്കുന്നത് ശ്രീ പി കേശവദേവാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ് ഓടയിൽ നിന്ന്. അതിലെ ഒരു കുറച്ചു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള, ആരുടെയും കണ്ണ് നനയിക്കുന്ന, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, ഒരുപാട് പേർ വായിച്ചിട്ടുള്ള ഒരു നോവൽ കൂടിയാണ് ഓടയിൽ നിന്ന്. പിൽക്കാലത്ത് സിനിമയുമായിട്ടുള്ള ഈ ഒരു നോവൽ ഒരുപാട് പേർക്ക് ഇന്നും ഇഷ്ടത്തോടു കൂടി ആരാധിക്കുന്ന ഒരു നോവൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എക്സാം പോയിന്റിന്റെ ഗൈഡിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗം എടുക്കുന്നത്. ഒരു റിക്ഷാ വണ്ടിക്കാരനായിട്ടുള്ള പപ്പുവിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. ലക്ഷ്മി എന്നാണ് അവളുടെ പേര്. ആ ഒരു കടന്നുവരവ് അയാളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയാണ്. അതാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത്. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കടന്നാലോ? പാഠഭാഗത്തിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, ഓടയിൽ നിന്ന്. ഏതൊരു പാഠം പഠിക്കുന്ന സമയത്തും അതിന്റെ എഴുത്തുകാരനെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടെ ഓടയിൽ നിന്നെന്ന് പറഞ്ഞ കൃതി എഴുതിയത് ആരാണ്? ശ്രീ പി കേശവദേവ്. അദ്ദേഹം 1905 ഓഗസ്റ്റിൽ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലാണ് ജനിച്ചത്. യഥാർത്ഥ നാമം കേശവപിള്ള എന്നാണ്. ഖുഷിറാമിന്റെ ചിന്തകളിൽ ആകൃഷ്ടനായി ആര്യ സമാജത്തിൽ ചേർന്നിട്ടാണ് അദ്ദേഹം കേശവദേവ് എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. പിന്നീട് യുക്തിവാദി പ്രസ്ഥാനത്തിൽ പ്രവർത്തകനായി രാഷ്ട്രീയത്തിലും അദ്ദേഹം പ്രവേശിച്ചു. തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുകയുണ്ടായിരുന്നു. സ്വദേശാഭിമാനി, രാജഭാരതം, പ്രതിദിനം, മഹാത്മാ എന്നീ ആനുകാലികങ്ങളുടെ പത്രാധിപർ കൂടിയായിരുന്നു ശ്രീ പി കേശവദേവ്. 1930കളിൽ മലയാള കഥാസാഹിത്യത്തിന് നേതൃത്വം നൽകിയത് കേശവദേവ് തന്നെയായിരുന്നു. ആദ്യ നോവൽ ഓടയിൽ നിന്ന് വർഷം 1942. പിന്നീട് 80ഓളം കൃതികൾ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. 1964 സാഹിത്യ അക്കാദമി അവാർഡ് അയൽക്കാർ എന്ന് പറഞ്ഞ നോവലിന് അദ്ദേഹത്തിന് ലഭിച്ചു. 70 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെയും പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. കുറച്ചുകാലം ആകാശവാണിയിലെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ടും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1983 ജൂലൈ 1 ശ്രീ പി കേശവദേവ് ഈ ലോകത്തോട് വിട പറയുന്നത്. പ്രധാന കൃതികൾ പങ്കജാക്ഷിയുടെ ഡയറി, വെളിച്ചം കേറുന്നു, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, ഓടയിൽ നിന്ന്, കണ്ണാടി, സഖാവ്, കരോട്ട് കാരണവർ, അയൽക്കാർ മുതലവയാണ്. 1930കളിൽ മലയാള സാഹിത്യത്തിന് ഒരു ദിശാബോധം നൽകിയ എഴുത്തുകാരിൽ ഒരാളായിരുന്നു ശ്രീ പി കേശവദേവ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് ഓടയിൽ നിന്ന്. വർഷം 1942. 1965 ഈ നോവൽ സിനിമയാവുകയുമുണ്ടായിരുന്നു. KS സേതുമാധവനായിരുന്നു ഇത് സംവിധാനം ചെയ്തത്. പഴയകാല നടൻ സത്യനായിരുന്നു നായിക കഥാപാത്രമായി അഭിനയിച്ചത്. ഇതിലെ നായിക കഥാപാത്രത്തിന്റെ പേര് പപ്പു എന്നാണ്. ഒരു റിക്ഷാ വണ്ടിക്കാരനാണ് പപ്പു. വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു തെമ്മാടിയായിട്ട് അലസനായി നടന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു പപ്പു. പിന്നീട് പല സ്ഥലങ്ങളിൽ ജോലി നോക്കി അവസാനം മറ്റൊരു നഗരത്തിൽ ചെന്ന് റിക്ഷാ വലിക്കാരനായിട്ട് മാറുകയായിരുന്നു. ഒരിക്കലൊരു യാത്രക്കാരനുമായി റിക്ഷ വലിക്കുന്നതിനിടയിൽ റിക്ഷ തട്ടി ഒരു പെൺകുട്ടി ഓടയിൽ വീഴുകയാണ്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ജീവിതം, പപ്പുവിന്റെ ജീവിതം നിലാലംബയായിട്ടുള്ള ആ ലക്ഷ്മിക്ക് വേണ്ടിയായിരുന്നു. അതോടെ പപ്പുവിന്റെ ജീവിതം ആകെ ഒരു മാറ്റത്തിലേക്ക് കുതിക്കുകയാണ്. ഒരു ലക്ഷ്യം അയാൾക്കുണ്ടായി. ലക്ഷ്മിയുടെ പഠനം, ജോലി, ഉയർച്ച, അതുമാത്രമായിരുന്നു പപ്പുവിന്റെ ഏക ലക്ഷ്യം. കടത്തിണ്ണയിലും റെയിൽവേ സ്റ്റേഷനിലും അന്തിയുറങ്ങിയ പപ്പു താമസം പയ്യെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് മാറ്റി. ലക്ഷ്മിക്ക് ഒരു അമ്മയുണ്ടായിരുന്നു. ലക്ഷ്മി വളർന്നു. പഠനത്തിലും പാട്ടിലുമൊക്കെ തന്നെ അവൾ മികവ് പുലർത്തി. കുറെ നാൾ കഴിഞ്ഞു ലക്ഷ്മിക്ക് പ്രായമായി. പപ്പുവിനും അതോടൊപ്പം തന്നെ പ്രായമായി. അയാൾ അവശനായി മാറുകയാണ്. പഠിച്ചു വളർന്ന ലക്ഷ്മിക്ക് റിക്ഷാക്കാരനായിട്ടുള്ള പപ്പു കൂടെ നടക്കുന്നത് ഒരു കുറച്ചിലായി തോന്നുകയാണ്. പക്ഷേ ലക്ഷ്മിയുടെ അമ്മയായിട്ടുള്ള കല്യാണി അവളെ തിരുത്തി. രക്ഷകനായി വന്ന് പപ്പുവിനെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിച്ചു. പട്ടണത്തിലെ ഒരു ധനികന്റെ മകനുമായിട്ട് ലക്ഷ്മിയുടെ കല്യാണം നടക്കുകയാണ്.
പഠനം പൂർത്തിയായപ്പോൾ തന്നെ അവളെ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ ലക്ഷ്മിയുടെ കല്യാണം പപ്പു നല്ല രീതിയിൽ തന്നെ നടത്തി കൊടുക്കുന്നു. അന്ന് രാത്രി തന്നെ പപ്പു ആ വീട് വിട്ടിറങ്ങിയാണ്. പപ്പുവിന്റെ ജീവിതത്തിന് പിന്നീട് ലക്ഷ്യമില്ലാതായി കഴിഞ്ഞിരുന്നു. ചുമച്ച് ക്ഷയം ബാധിച്ച് കലുങ്കും ചായക്കടയും കടന്ന് ബാങ്കിന്റെ മുന്നിലൂടെ പോസ്റ്റ് ഓഫീസിന് നടുവിലൂടെ പപ്പു തൻ്റെ ഒരു വലിയൊരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ തെരുവിലേക്ക് വീണ്ടും നടക്കുകയാണ്. ഇതെല്ലാം തന്നെ ഭർത്തൃ വീട്ടിലിരുന്നുകൊണ്ട് മകളെ പോലെ സ്നേഹിച്ച് ലക്ഷ്മി കാണുന്നുണ്ടായിരുന്നു. സ്നേഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുടുംബത്തിനു വേണ്ടി എല്ലാ ദുഃഖങ്ങളും കഷ്ടപ്പാടും എല്ലാം തന്നെ മാറ്റിവെച്ചും പണിയെടുക്കുകയും ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളുടെ പ്രതീകമാണ് പപ്പു എന്ന് പറഞ്ഞ ഈ ഒരു കഥാപാത്രം. ആ ഒരു കുടുംബനാഥന്റെ അവസ്ഥയാണ് ഓടയിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് ഓടയിൽ തന്നെ ജീവിതം എത്തി നിൽക്കുന്ന പപ്പു എന്ന സാധാരണക്കാരനായിട്ടുള്ള റിക്ഷാവലിക്കാരന്റെ ജീവിതമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവവും അണയാത്ത സ്നേഹവും ഓർമ്മപ്പെടുത്തുന്ന കേശവദേവിന്റെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നാണ് ഓടയിൽ നിന്ന് എന്ന് പറഞ്ഞ ഈ നോവല്. നമ്മൾ അതിൽ കുറച്ചു ഭാഗം മാത്രമാണ് പഠിക്കാനായിട്ടുള്ളത്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കണ്ണു നനയുന്ന മനോഹരമായിട്ടുള്ള നോവൽ തന്നെയാണ് ഓടയിൽ നിന്ന്. നമുക്കപ്പോൾ ചാപ്റ്ററിലേക്ക് ഇടന്നാലോ? ശ്രദ്ധിച്ചിരിക്കുക. ഓടയിൽ നിന്ന്. സന്ധ്യാസമയം പാത ജനനിബിഡമായിരുന്നു. ജനത്തിരക്കാണ് ഉദ്ദേശിക്കുന്നത്, ജനങ്ങളുടെ ഒരുപാട് കൂട്ടം. പ്ലഷർ കാറുകൾ, ബസ്സുകൾ, ജട്ക എന്ന് പറഞ്ഞാൽ കുതിരവണ്ടിയാണ്, കാളവണ്ടികൾ, റിക്ഷകൾ, പുതുമയുടെയും യുവത്വവും പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞുമിഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ നല്ല ജനത്തിരക്കുള്ള ഒരുപാട് വണ്ടികളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തെരുവാണ് ആദ്യമേ തന്നെ പറയുന്നത്. അവിടെ പുതുമയുടെ യുവത്വവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ചില കാര്യങ്ങളും അതുപോലെ പഴമയുടെ വാർദ്ധക്യവും പഴയ ചില കാര്യങ്ങളും ഒക്കെ ആ തെരുവിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പഴയ കെട്ടിടങ്ങള്, അതുപോലെ പുതിയ കെട്ടിടങ്ങള്, റിക്ഷാവണ്ടികള്, അതേസമയം കാറുകള്, അങ്ങനെ പുതുമയും പഴമയും ഇടകലർന്നുകൊണ്ടുള്ള ഒരു തെരുവാണ് ഇവിടെ എഴുത്തുകാരൻ ആദ്യമേ നമ്മെ കാണിച്ചു തരുന്നത്. അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും പതുങ്ങിയും ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരുപാട് പേരുടെ ജീവിതമുണ്ട്. ആ ഒരു കഷ്ടതയുള്ള, ദാരിദ്ര്യമുള്ള, ചിരിയും കളിയും എല്ലാം തന്നെ വിവിധ തരത്തിലുള്ള വികാരങ്ങളും അനുഭവങ്ങളുമുള്ള ഒരുപാട് ആളുകൾ അതിലൂടെ ദിനം പ്രതി പാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. പപ്പുവിന്റെ റിക്ഷാപാന്തരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട്. പാന്തർ എന്ന് പറഞ്ഞാൽ വഴിയാത്രികര്. ആ സമയത്താണ് അവിടെ നായിക കഥാപാത്രത്തിന്റെ കാര്യം പറയുന്നത്. റിക്ഷാ വണ്ടിക്കാരനായിട്ടുള്ള പപ്പുവിന്റെ വണ്ടിയും അതിലൂടെ മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട്. വലതുകൈ ബെല്ലിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല. വലത് കൈ ഒരു ബെല്ലുണ്ട് ചെറുതായിട്ട് ആളുകൾ വരുമ്പോൾ അടിക്കാനായിട്ട്, പക്ഷെ അത് ആരും ഉപയോഗിക്കാറില്ല. പ്രത്യേകിച്ച് പപ്പു അത് ഉപയോഗിക്കാറില്ല എന്നാണ് പറയുന്നത്. ഈ രംഗങ്ങളിൽ നമുക്ക് എന്ത് ഭംഗിയായിട്ടാണ്, ഒരു ദൃശ്യത്തിന്റെ ഒരു ഭംഗി, ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് കാണാനായിട്ട് കഴിയും. നല്ല തിരക്കുള്ള ഒരു നഗരം, അവിടെ ഒരുപാട് വണ്ടികളൊക്കെ വരുന്നത്, ആ തിരക്കിനിടയിലൂടെ പപ്പുവിന്റെ റിക്ഷാ വണ്ടി നല്ല സ്പീഡിൽ പോകുന്നത്. അയാളുടെ കൈ ആ ബെല്ലിൽ പോലും വച്ചിട്ടില്ല, നല്ല സ്പീഡിൽ ഇങ്ങനെ തെരുവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് അയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒരുപാട് ആളുകളും വാഹനങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അതിലൊന്നും ഇടിക്കാതെ വളരെ സൂക്ഷ്മമായിട്ടാണ് റിക്ഷാ വണ്ടിക്കാരനായിട്ടുള്ള പപ്പു തന്റെ വണ്ടി ഓടിക്കുന്നത്. റിക്ഷയിൽ ഇരിക്കുന്നവർക്ക് തോന്നും വാഹനങ്ങളും ഉണ്ടായി കൂട്ടിമുട്ടി അപകടമുണ്ടാകുമെന്ന്. വഴിപോക്കർക്കും തോന്നും, ആ റിക്ഷയിൽ ഇരിക്കുന്ന ആൾക്കാർക്കും അതുപോലെ വഴിപോക്കർക്കും എല്ലാം തന്നെ തോന്നും ഇപ്പോൾ തന്നെ ഈ പപ്പുവിന്റെ വണ്ടി എവിടെയെങ്കിലും ഇടിക്കുമെന്ന്. റിക്ഷ അവരുടെ ശരീരത്ത് കയറുമെന്ന് തൊട്ടില്ല എന്ന മട്ടാകുമ്പോൾ കാണാം പപ്പു അലക്ഷ്യമായി റിക്ഷ ഒന്ന് വെട്ടിച്ച് ഒരു ചിരിയും ചിരിച്ചു കൊണ്ടുപോകുന്നത്. റോട്ടിലൂടെ ആളുകൾ പോകുമ്പോൾ അവർ വിചാരിക്കും തൻ്റെ മേത്ത് ഇങ്ങനെ മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പപ്പു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. അവർ പേടിച്ചിങ്ങനെ മാറുന്ന സമയത്ത് അലക്ഷ്യമായി ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് പപ്പു വീണ്ടും സ്പീഡിൽ തൻ്റെ റിക്ഷാ വണ്ടി ചലിപ്പിച്ചു കൊണ്ടുപോകും. പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അവയെ തരണം ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ. പപ്പു പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവനാണ്. അതായത് പ്രതിബന്ധങ്ങളെ എന്ന് പറഞ്ഞ ഒരുപാട് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരും. അതിനെ പേടിക്കാതെ തരണം ചെയ്യുന്നവർക്ക്, അതിനെ നേരിടുന്നവർക്ക് മാത്രമാണ് വിജയം നേടാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു കരുത്തുള്ള ഒരു കഥാപാത്രമാണ്, ശക്തനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പപ്പു എന്ന് പറഞ്ഞ കഥാപാത്രം. ആ സന്ധ്യാസമയത്ത് ബോട്ട് ജെട്ടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രക്കാരനെയും കൊണ്ട് പപ്പു ഓടുകയായിരുന്നു.
ആ നഗരത്തിന്റെ അവസ്ഥ എന്താണ്? ഒരു സന്ധ്യാസമയമാണ്, നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ ബോട്ട് ജെട്ടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രികനെയും കൊണ്ട് ഈ പപ്പു ഇങ്ങനെ തൻ്റെ റിക്ഷാ വണ്ടി ചലിപ്പിച്ച് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ട്രെയിൻ പ്ലാറ്റ്ഫോറത്തിൽ വന്നു നിന്ന് കഴിഞ്ഞു. അവിടെ 5 മിനിറ്റ് താമസമുള്ളൂ. പപ്പു ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 3 മിനിറ്റ് നേരം ഓടേണ്ടി വരും. ട്രെയിനിൽ കയറ്റി കൊടുക്കാമെന്ന് അയാൾ യാത്രക്കാരനോട് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. അതായത് 5 വർഷം 5 മിനിറ്റ് മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എടുക്കാനുള്ളത്. 3 മിനിറ്റോളം മുമ്പ് അവൻ ഓടി എത്തിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം സ്പീഡിൽ തന്നെയാണ് തൻ്റെ റിക്ഷാ വണ്ടിയുമായി യാത്രക്കാരനുമായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പപ്പു സഞ്ചരിക്കുന്നത്. വണ്ടി കിട്ടുമോ? യാത്രക്കാരൻ അക്ഷമയോടെ ചോദിച്ചു. ചില സമയത്ത് യാത്രക്കാരൻ ഇങ്ങനെ ക്ഷമയില്ലാതെ ചോദിക്കുകയാണ് വണ്ടി കിട്ടുമോ എന്ന് പപ്പുവിനോട്. പപ്പു ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അയാൾ ശ്വാസം വിടാതെ ഓടുകയാണ്. ഈ റിക്ഷാ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വണ്ടി നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. ഇത് വെച്ചുകൊണ്ട് ഓടുക ചെയ്യുന്നത് നല്ല സ്പീഡാണ്. നല്ല കരുത്തുള്ളവർക്ക് മാത്രമാണ് അത് കഴിയുകയുള്ളൂ. അത്തരത്തിൽ കരുത്തുള്ള ഒരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ നല്ല വാക്ക്, എന്ത് ജോലി ചെയ്യുമ്പോഴും അതിലൊരു സത്യസന്ധത, ആത്മാർത്ഥതയുള്ള ഒരു കഥാപാത്രമാണ് പപ്പു എന്ന് പറഞ്ഞ കഥാപാത്രം. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്രക്കാരന് കൊടുത്ത വാക്ക് പാലിക്കാൻ അയാൾ ശ്വാസം വിടാതെ പെട്ടെന്ന് ഓടുന്നത്. വണ്ടി സ്റ്റേഷനിൽ എത്ര മിനിറ്റ് നിൽക്കും? പപ്പു അതിനുത്തരം പറഞ്ഞില്ല. യാത്രക്കാരന്റെ അക്ഷമ വർദ്ധിച്ചു തുടങ്ങി. വണ്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല. യാത്രക്കാരനാണെങ്കിൽ പല സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്ര നേരം നിർത്തിയിടും, അതുപോലെ തന്നെ വണ്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അയാള് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. റിക്ഷ പെട്ടെന്ന് നിന്നു. പപ്പു യാത്രക്കാരന് നേരെ തിരിഞ്ഞു. സാർ അവിടെ അടങ്ങിയിരിക്കണം സാറേ. പപ്പുവിന്റെ വാക്കിനെ അവിശ്വസിക്കരുത്. അയാളുടെ പ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് സഹിക്കാവുന്നതല്ല. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഗതി കെട്ടുകൊണ്ട് പപ്പു തിരിഞ്ഞു നിന്ന് യാത്രക്കാരനോട് പറയുകയാണ്, സാർ അവിടെ അടങ്ങിയിരിക്കും സാറേ. ഞാൻ എന്താണെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതെന്താണെങ്കിലും ഞാനത് ചെയ്തിരിക്കാം. തൻ്റെ കഴിവിനെ ആരും അവിശ്വസിക്കുന്നത് പപ്പുവിന് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. യാത്രക്കാരൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. പപ്പു കോപത്തോടെ വണ്ടി പിറകോട്ടൊന്ന് തള്ളിയിട്ട് മുമ്പോട്ടൊരു ആഞ്ഞു വലി കൊടുത്തു. വണ്ടിയുടെ പിറകിൽ അയ്യോ എന്നൊരു വിളി. അടുത്തുകൂടി പോയവരും അയ്യോ എന്ന് ഏറ്റുപറഞ്ഞു. അകലെ നിന്നവർ ഓടി അടുക്കുന്നതും കണ്ട് ആ ദേഷ്യത്തോടു കൂടി പെട്ടെന്ന് ആ റിക്ഷ പിന്നിലേക്ക് വലിച്ച് മുന്നിലേക്ക് എടുക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് പിന്നിൽ നിന്നൊരു ഒച്ച കേൾക്കുകയാണ്. ആരൊക്കെയോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ഓടിക്കൂടുന്നുണ്ട്. അകലെ നിന്നവർ ഓടി അടുക്കുന്നത് കണ്ടു. അയാൾ വണ്ടിയുടെ കൈ താഴെ വെച്ചിട്ട് പിറകിലേക്ക് ഓടിച്ചെന്നു. അദ്ദേഹം വേഗം തന്നെ ആ റിക്ഷാ വണ്ടിയുടെ കൈ അവിടെ നിലത്ത് വെച്ചിട്ട് വേഗം തന്നെ ബാക്കിലേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോഴുണ്ട് ഒരു പെൺകുട്ടി ഓടയിൽ മലർന്നടിച്ച് കിടക്കുന്നു. ഓട എന്ന് പറഞ്ഞ എന്താണ്? അഴുക്ക് പോകുന്നൊരു ചാലാണ്. ശരിക്കും ഈ ഓടയിൽ നിന്നുള്ള തലക്കെട്ട് കൊടുക്കാൻ തന്നെ കാരണം ഓടയിൽ പിറന്നവനാണ് പപ്പു എന്ന് പറഞ്ഞ കഥാപാത്രം. അവസാനം അയാൾ അവസാനിക്കുന്നതും ഒരു ഓടയിൽ തന്നെയാണ്. ഒരു പെൺകുട്ടി ഓടയിൽ വീണ് കിടക്കുകയാണ്. അയാൾ പെട്ടെന്ന് ആ കുട്ടിയെ വാരിയെടുത്തു. പെൺകുട്ടി ചുറ്റും പകച്ചുപോയി. ചുറ്റും നോക്കിയിട്ട് എൻ്റെ അരിയെല്ലാം പോയി. അവൾ അയാളുടെ പിടിയിൽ നിന്നും പിടഞ്ഞിറങ്ങി. വേഗം തന്നെ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് എൻ്റെ അരിയും സാധനങ്ങളൊക്കെ പോയി എന്ന് പറഞ്ഞ് ആ കുട്ടി കരയാനായിട്ട് തുടങ്ങി. ഒരു ചെറിയ കുട്ട അകലെ തെറിച്ചു കിടക്കുന്നുണ്ട്. അതിനരികിൽ കുറച്ച് അരിയും 3 മുളകും കഷ്ടിച്ച് ഒരു പിടി ഉപ്പും ചിതറിക്കിടക്കുന്നു. എൻ്റെ അരിയും ഉപ്പും മുളകും എല്ലാം പോയി. അപ്പൊ ആ കൊച്ചു സങ്കടത്തോടു കൂടി പറയുകയാണ്. ആ കുട്ടിയുടെ കയ്യിലിരുന്ന ഒരു കുട്ട അവിടെ തെറിച്ചു പോയിട്ടുണ്ട് ഓടയിലേക്ക്. എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അതിനകത്ത്? ആ കുറച്ച് അരി, വെറും 3 മുളക്, അതുപോലെ കഷ്ടിച്ച് ഒരു പിടി ഉപ്പും മാത്രം. ഇത്രയും ഒരു ദാരിദ്ര്യത്തിലുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ആ കുട്ടി എന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. എൻ്റെ അരിയും ഉപ്പും മുളകൊക്കെ പോയി എന്ന് പറഞ്ഞ് ആ കുട്ടി അവിടെ കിടന്ന് കരയാൻ തുടങ്ങിയാണ്. അവൾ കുട്ടിയുടെ അടുക്കലേക്ക് ഓടി. അങ്ങ് ചെല്ലും മുമ്പ് അമ്മ എന്നെ തല്ലുമേ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അരി തൂത്തുവാരാൻ തുടങ്ങി. അവൾ വേഗം തന്നെ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ പിറുപിറുക്കുകയായിരുന്നു. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് എൻ്റെ അമ്മ എന്നെ കൊല്ലും. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ അരി മുഴുവൻ തൂത്തുവാരുകയാണ്. പപ്പു സ്തബ്ധനായി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. 10-18 മാസമായി അയാൾ റിക്ഷ വലിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു അനുഭവം. പെൺകുട്ടിയോടുള്ള സഹതാപം മാത്രമായിരുന്നില്ല, റിക്ഷാക്കാരൻ എന്ന നിലയിൽ അയാൾക്കുള്ള സൽപ്പേരിന് കളങ്കം തട്ടിയല്ലോ എന്നുള്ളൊരു കുണ്ഠിതവും ആ മനുഷ്യനുണ്ടായിരുന്നു. കാരണം വല്ലാത്തൊരു ടെൻഷനും സങ്കടവും ഒക്കെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റ് പപ്പുവിന് പറ്റുന്നത്. വണ്ടി ഇപ്പോൾ പോകും, യാത്രക്കാരൻ വിളിച്ചു പറഞ്ഞു. പപ്പു ഞെട്ടി ഉണർന്നു. യാത്രക്കാരനെ സ്റ്റേഷനിൽ എത്തിക്കണം, കുട്ടിയെ സമാധാനിപ്പിക്കുകയും വേണം. അയാൾ വിഷമിച്ചു. അയാൾ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അരി പോയത് അങ്ങ് പോട്ടെ, കുഞ്ഞ് കരയാതെ, ഞാൻ മേടിച്ചു തരാം. അരി അത്താഴത്തിനുള്ളതാ, അമ്മ എന്നെ തല്ലും. അപ്പൊ
അപ്പൊ പറയും കൊച്ചിനെ ആശ്വസിപ്പിക്കുകയാണ്, ഞാൻ വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണ്, ഇവിടെ യാത്രക്കാരൻ ഇരിക്കുകയാണ്, അയാൾക്ക് ട്രെയിൻ എന്താണെങ്കിലും എത്തിച്ചു കൊടുക്കണം. അതിനുവേണ്ടി എങ്ങനെ വന്നാലും കൃത്യസമയത്ത് എത്തിച്ചേ പറ്റൂ എന്നുള്ള ലക്ഷ്യബോധം അയാൾക്കുണ്ടായിരുന്നു. വേഗം തന്നെ അയാൾ പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് വേഗം തന്നെ റിക്ഷ വലിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു സമയത്ത് ഒരു ചിന്ത കൂടി ആ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്നു, വേഗം തന്നെ ആ കുട്ടിയെ ആശ്വസിപ്പിക്കണം. അപ്പോഴും ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞ് കരയാതെ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു തരാമെന്നും അമ്മ ചീത്ത പറയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ആ ഒരു കഥാപാത്രം, പപ്പു എന്ന് പറഞ്ഞ കഥാപാത്രം പോകുന്നത്. കുഞ്ഞിനെ തല്ലത്തില്ല, അരിയും ഉപ്പും മുളകും എല്ലാം ഞാൻ മേടിച്ചു തരാം, കുഞ്ഞങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഇപ്പോൾ വന്നേക്കാം. അയാൾ അവളെ റോഡിന്റെ അരികിലേക്ക് മാറ്റി നിർത്തിയിട്ട് വണ്ടിയും എടുത്തുകൊണ്ട് ഓട്ടം തുടങ്ങി. കൊച്ചിനെ അമ്മ തല്ലില്ല എന്നും അരിയും ഉപ്പും മുളകും ഒക്കെ ഞാൻ വാങ്ങിച്ചു തരാം, ഇപ്പൊ തന്നെ ഞാനൊന്ന് ഈ ഓട്ടം തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. പെൺകുട്ടി കരച്ചിൽ നിർത്തിയില്ല. അപ്പോഴും ദൂരെ നിന്നിരുന്ന ചന്തപ്പിള്ളേരെല്ലാം അവളുടെ ചുറ്റും കൂടി. അപ്പൊ ഒരുപാട് ആളുകൾ ഈ പെൺകുട്ടിയുടെ കഷ്ടത കണ്ട് അവൾക്ക് ചുറ്റും കൂടുകയാണ്. സഹതാപത്തോടു കൂടി പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവളോട് ചോദിക്കുക. ആരുടെ റിക്ഷയാണ് മുട്ടിയത്, എവിടെയാണ് വീണത്, കേട് വല്ലതും പറ്റിയോ, അരി എത്രയുണ്ടായിരുന്നു, വീട് എവിടെയാണ്, പേരെന്താ, ഇതെല്ലാം അവർക്കറിയണം. പക്ഷെ ഇവിടെ ഒന്നും ഇതിന് മറുപടി പറഞ്ഞില്ല. ചിതറിക്കിടന്ന ആ അരിയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ഇങ്ങനെ വളരെയധികം സങ്കടത്തോടു കൂടി പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം കണ്ടു നിന്ന് ഒരു ചെറുക്കൻ പറഞ്ഞു, പപ്പുവിന്റെ റിക്ഷയാണ് മുട്ടിയതെന്ന്. അത് പിള്ളേർക്ക് വിശ്വാസമായില്ല. കാരണം പപ്പുവിന്റെ റിക്ഷ ഒന്നും ആരുടെയും മേത്ത് ഇതുവരെ മുട്ടിയ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല, ദേഹത്ത് മുട്ടിയിട്ടില്ല, മുട്ടുകയുമില്ല എന്നാണ് എല്ലാവരുടെയും വാദം. അതേപറ്റി അവർ തമ്മിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദമൊക്കെ നടക്കുകയും ഉണ്ടായിരുന്നു. ഒടുവിൽ പപ്പുവിന്റെ റിക്ഷ തന്നെയാണ് മുട്ടിയതെന്ന് ഒരു യാചകി സാക്ഷി പറയുകയാണ്. ഒരു ഭിക്ഷക്കാരി, ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഭിക്ഷക്കാരി പറഞ്ഞു പപ്പുവിന്റെ റിക്ഷ വണ്ടി തന്നെയാണ് മുട്ടിയതെന്ന്. അതോടുകൂടി ആ വാദപ്രതിവാദം അവിടെ അവസാനിച്ചു. പപ്പു ഉടനെ തിരിച്ചു വരുമെന്നും അയാൾ പെൺകുട്ടിക്ക് അരി വാങ്ങിക്കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും കൂടി യാചകി അഭിപ്രായപ്പെടുകയുണ്ടായി. അതും അഭിപ്രായ ഭിന്നതയ്ക്ക്, അതും വീണ്ടും ഒരു വാദപ്രതിവാദത്തിന് ഒരു കാരണമുണ്ടായി. ഭിന്നത എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്ന് അർത്ഥം. ഓ, അത് കളിപ്പിച്ചതാ എന്ന് ഒരുത്തൻ പറഞ്ഞു. പപ്പു കൊളത്തി മുങ്ങിയ കിണറ്റിലെ നിവരത്തുള്ളൂ, അത് മറ്റൊരുവന്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞാൽ പപ്പു കള്ളനാണ്, അവന് വാക്ക് പറഞ്ഞാൽ പാലിക്കൊന്നുമില്ല, ഇവിടെ പൊങ്ങിയ വേറെ സ്ഥലത്തായിരിക്കും അവൻ പൊങ്ങുന്നത്, വെറുതെ ആ പെൺകുട്ടീനെ കളിപ്പിച്ചു എന്നൊക്കെ ഓരോരുത്തർ പറയുകയാണ്. ആ വാദപ്രതിവാദം പെൺകുട്ടിയുടെ ശ്രദ്ധയെ ആകർഷിച്ചു. ആ വാദവും പ്രതിവാദവും, ഇങ്ങനെയുള്ള ആ ഒരു ഡിബേറ്റ് നടക്കുന്നത്, അല്ലെങ്കിൽ ആളുകളുടെ ഈ സംസാരമൊക്കെ ആ പെൺകുട്ടി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവളുടെ മനസ്സിലും ഇങ്ങനെ ഒരു വാദം നടക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവളുടെ മനസ്സിലൊരു ചിന്ത വന്നു, ശരിക്കും ഇനി അയാൾ പറ്റിക്കോ, എനിക്ക് സാധനങ്ങൾ വാങ്ങിത്തരുമോ എന്നൊക്കെ തന്നെ ആ പെൺകുട്ടി ചിന്തിക്കുകയായിരുന്നു. അടുത്തു നിന്ന ചെറുപ്പക്കാരനോട് അവൾ ചോദിച്ചു, നീ അറിയോ അയാളെ? അറിയും, പറഞ്ഞ പോലെ ചെയ്യുന്നവനാ. മറ്റൊരുത്തൻ അവനോട് എതിർത്തു, പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ്, നിനക്കെങ്ങനെ അറിയാമടാ? അപ്പൊ ആ പെൺകുട്ടിയോട് പറയുകയാണ്, പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ് ഈ പപ്പു എന്ന് പറഞ്ഞ ഈ ഒരു റിക്ഷാക്കാരൻ, അയാൾ ഒരിക്കലും പറ്റിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരാൾ പറയുകയാണ്, അങ്ങനെ നിനക്കറിയാമോ, നിനക്ക് അയാളെ മര്യാദയ്ക്ക് അറിയോ എന്നൊക്കെ വീണ്ടും വാദപ്രതിവാദം നടക്കാം. അയാളെ ഇനി കാണണമെങ്കിൽ ആണ്ടുറയ്ക്കണം. വേറൊരുത്തൻ എതിർപ്പിനെ പിന്താങ്ങി. അതായത് ഇനി ഒരു അടുത്ത വർഷം നോക്കിയാൽ ഇപ്പം എങ്ങും അയാളെ കാണാനായിട്ട് കഴിയില്ല എന്ന് ചില ആളുകൾ വീണ്ടും പറയുകയാണ്. ഇതും കൂടി കേട്ട സമയത്ത് ആ പെൺകുട്ടി പൊട്ടിക്കരയാനായിട്ട് തുടങ്ങി. അത്താഴത്തിനുള്ള അരിയാണ്, അമ്മ എന്നെ കൊല്ലും. അത്താഴം എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണത്തിനുള്ള അരിയാണ്. ആകെ വളരെ കുറച്ച് അരി മാത്രമുള്ളൂ, 2-3 മുളകും ഒരു ഇത്തിരി ഉപ്പും മാത്രമാണ് അതിനകത്തുള്ളൂ. നിങ്ങൾക്ക് എന്താടാ ഇവിടെ കാര്യം? അങ്ങനെ പറഞ്ഞുകൊണ്ട് പപ്പു ഓടിയെത്തി. അപ്പോഴാണ് വീണ്ടും ആ യാത്രക്കാരനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം പപ്പു ആ കുട്ടിയുടെ അടുത്തേക്ക് എത്തുന്നത്. നിനക്കൊക്കെ ഇവിടെ എന്താടാ കാര്യമെന്ന് ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ കൂടിയെന്നവന്മാരോട് പപ്പു ചോദിക്കുകയാണ്. പിള്ളേരെല്ലാം വേഗം മാറി നിന്നു. അയാൾ അവളുടെ കണ്ണുനീരും ശരീരത്തിൽ പറ്റിയ അഴുക്കും തൂത്തുകളഞ്ഞു. വളരെയധികം സ്നേഹത്തോടു കൂടി, കുറ്റബോധത്തോടു കൂടി അവളുടെ മുഖത്തുള്ള ആ കണ്ണുനീരും ശരീരത്തിലെ പൊടിയും അഴുക്കും എല്ലാം തന്നെ പപ്പു തുടച്ചു കൊടുത്തു. നിറഞ്ഞ സഹതാപത്തോടു കൂടി അയാൾ ചോദിച്ചു, നീ ഇന്ന് വല്ലതും കഴിച്ചോ? ഉച്ചയായപ്പോ ഒരു ചട്ടി പച്ചവെള്ളം കുടിച്ചു. അവൾ പറയാണ്, ഉച്ചയായപ്പോ ഒരിത്തിരി പച്ചവെള്ളം കുടിച്ചതാണെന്ന്. അതോടുകൂടി മനസ്സിലായി ഇവളുടെ അവസ്ഥ എന്താണെന്ന്. വാ, അയാൾ നടന്നു. കുട്ടയും എടുത്തുകൊണ്ട് അവൾ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ പിന്നാലെ പോവുക. പപ്പു ആണെങ്കിൽ നടക്കുന്നു, അതിന് പിന്നാലെ ഈ പെൺകുട്ടി അയാളെ അനുഗമിക്കുന്നു. ഒരു പീടികയിൽ നിന്ന് പപ്പു 6 പഴം വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്തു. 6 പഴം, ഒന്നാന്തരം 6 പാളയംകുടം പഴം.
അവിടെ അടുത്ത് കണ്ട ഒരു പീടികയിൽ പോയി, പീടിക എന്ന് പറഞ്ഞ കടയിൽ ചെന്നിട്ട് ഒരു 6 പാളയംകുടം പഴം അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവളുടെ വരണ്ട ചുണ്ടിൽ പുഞ്ചിരി മുട്ടിട്ടു. അതുവരെ കരഞ്ഞു തളർന്ന് വരണ്ടു പോയ ആ ചുണ്ടില് ചെറുതായി ചിരി പടർന്നു. പഴം കുട്ടയിലിട്ട് കുട്ട എളിയിൽ വെച്ചുകൊണ്ട് അവൾ നിൽക്കുകയാണ്. എന്താ നീ ഇത് തിന്നാത്തത്? അവൾ ആ സാധനം വാങ്ങിച്ചിട്ട്, ആ പഴം വാങ്ങിച്ചിട്ട് ആ കുട്ടയിലിടുകയാണ് ചെയ്തത്. അതെന്താണ് നീ തിന്നാത്തതെന്ന് പപ്പു അവളോട് ചോദിക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് തിന്നോളാം. അവൾ ചിരിച്ചു, അയാളും ചിരിച്ചു. ഇപ്പൊ തിന്നാലോ? വീട്ടിൽ അമ്മയുണ്ട്, അമ്മയും ഞാനും കൂടി തിന്നോളാം. എനിക്ക് വീട്ടില് അമ്മയുണ്ട്, അമ്മയ്ക്ക് മാത്രം, അല്ലെങ്കിൽ അമ്മ പട്ടിണിയാണ്, അതുപോലെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് കഴിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് അമ്മയ്ക്കും കൂടി കൊടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാമെന്ന് ആ പെൺകുട്ടി പറയുകയാണ്. അയാൾ അവളുടെ കയ്യും പിടിച്ചുകൊണ്ട് നടന്നു. അയാൾ ചോദിച്ചു, നിനക്ക് അച്ഛനില്ലേ? ചത്തുപോയി. നിനക്ക് മൂത്തതും ഇളയതുമില്ലയോ? നിന്റെ വീട് എവിടെയാ? അങ്ങ് അവിടെ. അവൾ കൈ ചൂണ്ടിക്കാണിച്ചു. പപ്പു ശ്രദ്ധിച്ചില്ല. വീട് എവിടെയാണെന്നും നിനക്ക് അച്ഛനുണ്ടോ എന്നും പറഞ്ഞ് അച്ഛനില്ല എന്നും, മൂത്തതോ ഇളയതോ എന്ന് പറഞ്ഞ സഹോദരന്മാരോ സഹോദരിമാരോ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ തന്നെ പപ്പു വിശേഷങ്ങൾ ചോദിക്കുകയാണ്. വീട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ദൂരേക്ക് കൈ നീട്ടി കാണിക്കുക മാത്രമാണ് അവൾ ചെയ്തത്. അത് അയാളാണെങ്കിൽ ശ്രദ്ധിച്ചതുമില്ല. നിന്റെ പേരെന്താ? ലക്ഷ്മി. അമ്മയുടെ പേരെന്താ? കല്യാണി. അപ്പൊ അവൾ ചോദിക്കുകയാണ്, ആ പെൺകുട്ടിയുടെ പേരെന്താണ്? ലക്ഷ്മി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവളുടെ അമ്മയുടെ പേര് കല്യാണി എന്നാണെന്ന് കൂടി അവൾ പറഞ്ഞു. അയാൾ ഒരു പീടികയിലേക്ക് കയറി. ആ കുട്ടയില് എത്ര അരി ഉണ്ടായിരുന്നു? മുഴക്ക്, പിന്നെ ഉപ്പും മുളകും ഉണ്ടായിരുന്നു. മുഴക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അളവാണ്, അരിയുടെ ഒരു അളവാണ്. വളരെ കുറച്ച് അരി മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. 3 മുളകും അതുപോലെ ഒരു ഇത്തിരി ഉപ്പും മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ലക്ഷ്മി ആരോട് പറയുന്നു? പപ്പുവിനോട് പറയുകയാണ്. ഇടങ്ങഴി അരിയും അതിനു വേണ്ട ഉപ്പും മുളകും കൊടുക്കാൻ പപ്പു പീടികക്കാരനോട് പറഞ്ഞു. വേഗം ഒരു പീടികക്കാരനോട് അല്പം കൂടി അരി, ഇടങ്ങഴി അരി കൊടുക്കാനും അതുപോലെ തന്നെ അതിനു വേണ്ട ഉപ്പും മുളകും കൊടുക്കാനൊക്കെ തന്നെ കടക്കാരനോട് പപ്പു പറയുന്നു. ലക്ഷ്മി പഴം കയ്യിലെടുത്തു. കുട്ട പീടികക്കാരന്റെ കയ്യിൽ തന്നെ കൊടുത്തു. അയാൾ സാമാനങ്ങൾ എടുക്കുന്നതിനിടയിൽ ലക്ഷ്മി പപ്പുവിനോട് ചോദിച്ചു, ഇതെവിടുന്നാണ്? അമ്മ ചോദിച്ചാൽ എന്തു പറയണം? നീ എന്തു പറയും? എന്തു പറയണം? ഉള്ളത് പറയണം. അപ്പൊ ചോദിക്കുകയാണ്, ഈ സാധനങ്ങൾ എവിടെന്നാ കിട്ടിയെന്ന് അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു പറയും? അപ്പോ പപ്പു പറയാണ്, ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ പറയണം. പപ്പു, പിന്നെ വീട് എവിടെയാണ്? എനിക്ക് വീടില്ല. വീട്ടിലോ? അവൾക്ക് ചിരി വന്നു. അമ്മയുണ്ടോ? ഇല്ല. അച്ഛനുണ്ടോ? ഇല്ല. ഓ, അത് കള്ളമാ. ആ പെൺകുട്ടി ചിരിക്കാനായിട്ട് തുടങ്ങി. വീണ്ടും അവള് തിരിച്ച് വിശേഷങ്ങൾ പപ്പുവിനോട് ചോദിക്കുകയാണ്. വീട് എവിടെയാണ്? അച്ഛനുണ്ടോ? അമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് ആരുമില്ല, വീടില്ല എന്നൊക്കെ തന്നെയാണ് പപ്പു പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ തമാശയാണെന്നുള്ള രീതിയിൽ അവള് ചിരിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു അനാഥൻ തന്നെയായിരുന്നു പപ്പു. അയാളും പീഡിയക്കാരൻ്റെ കുട്ടയിൽ അരി അളന്നിട്ടു. അതിനു മുകളിൽ 2 കടലാസ് പൊതിയും വെച്ചു. ലക്ഷ്മി അവളുടെ കയ്യിലിരുന്ന പഴവും കുട്ടയിൽ വെച്ചിട്ട് അതെടുത്ത് തലയിലേറ്റി. ഇനി ഞാൻ പോട്ടെ. വേഗം തന്നെ അവൾ ആ സാധനങ്ങളെല്ലാം തന്നെ തലയിലെടുത്ത് വെച്ചിട്ട് ഞാൻ പൊക്കോട്ടോ എന്ന് യാത്ര ചോദിക്കുകയായിരുന്നു പപ്പുവിനോട്. നീ തന്നെത്താനും പോവുകോ? പൊയ്ക്കൊള്ളാം. നീ തന്നെ പോകുമോ എന്ന് പപ്പു ലക്ഷ്മിയോട് ചോദിക്കുകയാണ്. പൊക്കോളാം എന്നവൾ ധൈര്യപൂർവ്വം മറുപടി നൽകി. എന്നാൽ പൊയ്ക്കോ. അവൾ കൃതജ്ഞതാപൂർവം പപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദി എന്നാണ് അർത്ഥം. നന്ദിയോടുകൂടി തന്നെ പപ്പുവിനെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ നടക്കുകയാണ്. പപ്പുവും അവളുടെ കൂടെ നടന്നു. അവളുടെ കൂടെ അങ്ങനെ നടക്കുവാൻ ഒരാഗ്രഹം. അയാൾക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആ പെൺകുട്ടിയോടൊപ്പം നടക്കണമെന്ന്. ഇതുവരെ അയാളുടെ ജീവിതത്തിൽ ആരും ഉണ്ടായിട്ടില്ല. ഒരു മകളില്ല, സഹോദരിയില്ല, അച്ഛനോ അമ്മയോ സ്നേഹിക്കാനായിട്ട് ആരും തന്നെ പപ്പുവിനില്ല. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു പെൺകുട്ടിയോട് ഇത്രയും സ്നേഹത്തോടു കൂടി അയാൾ പെരുമാറുന്നത്. തൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. നീ നാളെ വരുമോ? അയാൾ ചോദിച്ചു. എന്തിനാ? വെറുതെ. ഇനി എന്നെ ഉരുട്ടിയിടുവോ? അവൾ ചിരിച്ചു. ഇല്ല. അയാളും ചിരിച്ചു. എന്നാ വരാം. വീണ്ടും ചോദിക്കുകയാണ്, നീ നാളെ വരുമോ എന്ന്. എന്തിനാ എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉരുട്ടിയിടുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കാണാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പപ്പു പറയുന്നത്. എന്നാൽ വരാമെന്ന് ആ പെൺകുട്ടി വാക്കു കൊടുക്കുകയും ചെയ്തു. കാരണം അതുപോലെ ഒരു ജീവിതത്തിലെ ഒരു പുതിയ അനുഭവമാണ്. ഒരു മകളെ പോലെ, സഹോദരിയെ പോലെയൊക്കെ തന്നെയാണ് ആ കുട്ടിയെ പപ്പു കാണുന്നത്. വളരെയധികം ഇഷ്ടം. ആദ്യമായിട്ടാണ് തന്നോട് അടുപ്പത്തോടു കൂടി ഒരു പെൺകുട്ടി ഇടപഴകുന്നത്. അതിൻ്റെ ഒരു വല്ലാത്തൊരു ആർദ്രത അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. പപ്പു നിന്നു. അവൾ നടന്ന് അങ്ങ് പോയി മറയുന്നവരെ അയാൾ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. മറഞ്ഞതിന് ശേഷവും അവൾ അയാളുടെ മുമ്പിൽ നിൽക്കുന്നതായി തോന്നി. ആ നിർദോഷമായ ചിരിയും കൃതജ്ഞത നിറഞ്ഞ നോട്ടവും. നാളെ അയാൾ മന്ത്രിക്കുകയാണ്. അവൾ പോകുന്നവരെ ഇങ്ങനെ കണ്ണിമ വെട്ടാതെ ആ പെൺകുട്ടിയെ തന്നെ പപ്പു നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അവൾ പോയ സമയത്തും അവൾ മനസ്സിൽ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ അയാൾ കാണുകയാണ്. അയാളുടെ ആ പെൺകുട്ടിയുടെ കൃതജ്ഞത നിറഞ്ഞ നോട്ടവും സന്തോഷമായിട്ടുള്ള ആ ഒരു പുഞ്ചിരിയും, വല്ലാത്തൊരു സന്തോഷം. ഒന്ന് നാളെ ആകാനായിട്ട് അയാൾ പ്രാർത്ഥിച്ചു. വീണ്ടും ആ പെൺകുട്ടി ഒന്നുകൂടി കാണാനായിട്ട് അയാളിലെ വാത്സല്യം അവിടെ കൊതിച്ചു. അതുവരെ അയാളുടെ ജീവിതത്തിൽ നാളെ ഉണ്ടായിരുന്നില്ല. അന്ന് ആദ്യമായി അയാൾക്കൊരു നാളെയുണ്ടായി. അതുവരെ പപ്പുവിൻ്റെ ജീവിതത്തിൽ നാളെ എന്നുള്ള ചിന്തയുണ്ടായിരുന്നില്ല. ഇന്ന് തന്നെ, ഇന്നത്തെ ജീവിതം ഇങ്ങനെ തീർക്കുക, നാളെ എങ്ങനെയായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ ചിന്തയോ യാതൊരു വിധത്തിലുള്ള പ്രത്യാശയോ പ്രതീക്ഷയോ ഒന്നും തന്നെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് ആദ്യമായിട്ട് ലക്ഷ്മിയെ കണ്ട സമയത്ത് നാളെ ഉണ്ടായിരുന്നെങ്കിലെന്ന്, നാളെ ആ പെൺകുട്ടിയെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നെല്ലാം തന്നെ അയാൾ ചിന്തിക്കുകയാണ്. അയാളുടെ ജീവിതത്തിൽ ഒരു പുത്തൻ പ്രത്യാശ, പ്രതീക്ഷ, ഇതെല്ലാം തന്നെ ഉടലെടുക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ ഉണ്ടായത്. നാളെ അങ്ങനെ മന്ത്രിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു. നാളെ എന്നുള്ള ഒരു ചിന്തയോടുകൂടി, ഒരു സ്വപ്നത്തോടുകൂടി, ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ പ്രതീക്ഷ എന്നുള്ള ചിന്തയോടുകൂടി നാളെ എന്ന് പയ്യെ മൊഴിഞ്ഞുകൊണ്ട് അയാൾ നടക്കുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കാനുണ്ടെങ്കിൽ, നമ്മളെ ഒന്ന് സംരക്ഷിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹമുണ്ട്. ഇവിടെ പപ്പു എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ചെറുപ്പത്തിലേ തന്നെ അവൻ തെരുവിലാണ് വളർന്നത്. ഒരിക്കൽ പോലും അവനെ സ്നേഹിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഒരു തെമ്മാടിയായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. അതുകൊണ്ടാണ് നാട് വിട്ടവൻ പട്ടണത്തിലേക്ക് പോകുന്നത്, പല ജോലി ചെയ്യുകയും അവസാനം ഒരു റിക്ഷാ വണ്ടിക്കാരനായിട്ടും വരുന്നത്. അങ്ങനെ ഒരിക്കൽ നിലച്ചിരിക്കാതെയാണ് ആദ്യമായിട്ടൊരു കയ്യബദ്ധം അയാൾക്ക് പറ്റുന്നത്. അത് പക്ഷെ അയാളുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ നാളുകൾ തുറക്കപ്പെടുന്ന ഒരു ദുരന്താനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ദുരന്തം ഉണ്ടായതുകൊണ്ട്, അപകടം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മിയെ പരിചയപ്പെടാനും പിന്നീട് അയാളുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയായിട്ട് അവൾ മാറുന്നത്. ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം സാധാരണക്കാരനായിട്ടുള്ള ഒരു റിക്ഷാവലിക്കാരനായിട്ടുള്ള പപ്പുവിന് ഉണ്ടായത് ആ ദിവസം തൊട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവൽ തന്നെയാണ്. നിങ്ങളൊക്കെ അതൊന്ന് വായിച്ചു നോക്കുക. യൂട്യൂബിലൊക്കെ ചിലപ്പോൾ ആ സിനിമയൊക്കെ കിടക്കുന്നുണ്ടാവും. നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു കഥാപാത്രമാണ് പപ്പു എന്ന് പറഞ്ഞ കഥാപാത്രം. പി കേശവദേവിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയിലൊന്നാണ് പപ്പു എന്ന് പറഞ്ഞ റിക്ഷാ വണ്ടിക്കാരൻ. നല്ല രീതിയിൽ കർത്തവ്യ നിർവഹണം, ഏത് ജോലിയും തൻ്റെ ഇടത്തോടു കൂടി ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിരുന്നു. ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യാനായിട്ട് ഉള്ളൊരു മനസ്സ്, അതുപോലെ മനുഷ്യത്വം ഉണ്ടായിരുന്നു. പുറമേ മുരടനാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ വളരെയധികം സ്നേഹം കൊതിക്കുന്ന, സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം കൂടിയാണ് പപ്പു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. നമുക്കിനി ചോദ്യങ്ങളിലേക്കൊന്ന് നോക്കാലോ. ഫസ്റ്റ് ചോദ്യം ഇതാണ്: ജനത്തിരക്കുള്ള നഗരപാതയെ കഥാകൃത്ത് വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ആദ്യമേ തന്നെ ഒരു സിനിമ കാണുന്നത് പോലെ ആ ഒരു രംഗങ്ങള്, ആ ഒരു നഗരത്തിന്റെ അവസ്ഥ കൃത്യമായിട്ട് തന്നെ കേശവദേവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: പാത ജനനിബിഡമായിരുന്നു, ഒരുപാട് ജനത്തിരക്കുള്ള ഒരു വഴിയായിരുന്നു അത്. പ്ലഷർ കാറുകൾ, പുതിയ കാറുകള്, ബസ്സുകള്, കാളവണ്ടികള്, അതുപോലെ റിക്ഷകളെല്ലാം തന്നെ അവിടെ കാണാനായിട്ട് കഴിഞ്ഞിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്: പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും തട്ടിയും മുട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമേ പറഞ്ഞതാണ് സാറ് ക്ലാസ് എടുത്ത സമയത്ത്, വലിയൊരു നഗരമാണ്. അതിൽ പഴയ വണ്ടികളുണ്ട്, പുതിയ വണ്ടികളുണ്ട്, പഴയ ആളുകളുണ്ട്, പുതിയ ആളുകളുണ്ട്. പഴമയും ഒരു പുതുമയും ഒത്തുചേർന്ന് ഇഴചേർന്ന് നിൽക്കുന്ന ഒരു നഗരത്തെയാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും പതുങ്ങിയും ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങളുള്ള, പലതരത്തിലുള്ള അനുഭവങ്ങളുള്ള ഒരുപാട് മനുഷ്യര് ജീവിതത്തിന്റെ രണ്ടറ്റം കുട്ടിമുട്ടിക്കാനായിട്ട് ആ വഴിയിലൂടെ ഇഴഞ്ഞു നടക്കുന്നു എന്നുകൂടി ഇവിടെ കഥാകൃത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ജനത്തിരക്കുള്ള നഗരപാതയെ കഥാകൃത്ത് വർണ്ണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം: പെൺകുട്ടിയുടെ മനസ്സ് തെളിഞ്ഞത് എപ്പോൾ? പെൺകുട്ടിയുടെ പേരെന്താണ്? ലക്ഷ്മി. ലക്ഷ്മിയുടെ അമ്മയാണ് കല്യാണി. റിക്ഷ തട്ടി പെൺകുട്ടിയുടെ കയ്യിൽ അരിയും ഉപ്പും മുളകും എല്ലാം റോഡിൽ വീണതുകൊണ്ട് അവൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ തൻ്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് പപ്പു വാങ്ങിച്ചു കൊടുക്കുകയാണ്. കൂട്ടത്തിൽ അവൾക്ക് കഴിക്കാൻ 6 പാളയംകുടം പഴവും പപ്പു വാങ്ങിക്കൊടുത്തു. ഇതൊക്കെ കിട്ടിയ സമയത്താണ് ആ പെൺകുട്ടിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ടായത്. വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന കല്യാണിയുടെയും ലക്ഷ്മിയുടെയും ജീവിതത്തിലേക്ക് സാധാരണക്കാരനായിട്ടുള്ള, റിക്ഷാക്കാരനായിട്ടുള്ള പപ്പു എന്ന് പറഞ്ഞ കഥാപാത്രം കടന്നു വരികയാണ്. അവരുടെ മൂവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു റിക്ഷാ വണ്ടിക്കാരൻ ലക്ഷ്മിയെ പഠിപ്പിക്കുകയും പിന്നീട് ഓടയിൽ ജനിച്ച ആ മനുഷ്യൻ ഓടയിലേക്ക് തന്നെ വീണു പോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഒട്ടനവധി കഥാപാത്രങ്ങളെ കാണാനായിട്ട് കഴിയും. മനുഷ്യന്റെ ഉള്ളിലുള്ള സ്നേഹം, അതുപോലെ തന്നെ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞ സമയത്ത് പഴയതെല്ലാം വിസ്മരിക്കുന്ന ഒരു മനുഷ്യനെയും, അതുപോലെ ലാഭേച്ഛ കൂടാതെ കർമ്മം ചെയ്യുന്ന സാധാരണക്കാരനായ മനുഷ്യന്റെയും പ്രതീകമാണ് ഇവിടെ പപ്പു എന്ന റിക്ഷാക്കാരൻ.
പി കേശവദേവന്റെ മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. പാഠഭാഗം ഭംഗിയായിട്ട് എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. എക്സാം പോയിന്റിന്റെ ഗൈഡിൽ കൂടുതൽ വിശദവിവരങ്ങളെല്ലാം തന്നെ കിടക്കുന്നുണ്ട്. പപ്പുവിന്റെ കഥാപാത്ര നിരൂപണം, അതുപോലെ ആശയം, വിശദാംശങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കുക. മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ.